വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ്. യേശുവും നിക്കോദെമോസും. യേശുവിനെ കാണാൻ വരുന്നൊരു നിക്കോദെമോസും, യേശുവുമായി സംഭാഷണം നടത്തുന്നൊരു നിക്കോദെമോസും, പിന്നെ അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു. ഒരു വ്യക്തി യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അവനിൽ എന്താണ് സംഭവിക്കേണ്ടത്, അവൻ എങ്ങനെയാണ് യേശുവിന് സാക്ഷ്യം വഹിക്കേണ്ടതെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കും. ജീവിതത്തോട് ഒരുപാട് ബന്ധമുള്ള ഒരു വചനഭാഗമാണിത്. വിശുദ്ധീകരിക്കുന്ന, പഠിപ്പിക്കുന്ന, ജീവിതത്തെ നയിക്കുന്ന ഒരു യേശുവിനെ കാണും. കാരണം നിക്കോദെമോസിനെ ഈശോ ആദ്യം വിശുദ്ധീകരിക്കും, പിന്നെ ഈശോ പഠിപ്പിച്ചു കൊടുക്കും, പിന്നെ അവൻ്റെ വഴികളിൽ അവനെ നയിക്കും. യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ തക്ക വിധത്തിൽ അവനെ പ്രാപ്തനാക്കുന്ന ഒരു യേശുവിനെ നമ്മൾ കാണും. യോഹന്നാൻ 3-ാമത്തെ അധ്യായം 1 മുതൽ വചനങ്ങളിൽ, ഫരിസേയരിൽ നിക്കോദെമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദെമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? യേശു പ്രതിവദിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഈശോയും നിക്കോദെമോസും തമ്മിലുള്ള ഒരു രഹസ്യ കണ്ടുമുട്ടലാണ് ഇവിടെ കാണുക. രാത്രിയുടെ യാമങ്ങളിൽ നടക്കുന്ന ഒരു സംവാദമെന്നോ സംഭാഷണമെന്നോ ഒക്കെ നമുക്ക് പറയാം. സാൻഹദ്രീൻ സംഘത്തിൻ്റെ തലവനായ നിക്കോദെമോസ്, യഹൂദ പ്രമാണി, അവനാ വരുന്നത്. രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വരുന്നു എന്ന് പറയുമ്പോൾ, രാത്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നോർമൽ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു രാത്രിയാണ്. ഒപ്പം നിക്കോദെമോസിൻ്റെ അടയപ്പെട്ട ഹൃദയത്തിൻ്റെ പ്രതീകം കൂടിയായി ഈ രാത്രിയെ നമുക്ക് കാണാൻ പറ്റും. ആരൊക്കെ ഹൃദയം അടഞ്ഞ്, ആരൊക്കെ നിരാശയിൽ, ആരൊക്കെ അജ്ഞാതമായ അവസ്ഥയിൽ, ജ്ഞാനമില്ലാത്ത, ശരിയായ അറിവില്ലാത്ത അവസ്ഥയിൽ കഴിഞ്ഞു പോകുന്നു, അവനൊക്കെ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ ജീവിതത്തെ പുതിയതാക്കി മാറ്റാൻ യേശുവിൻ്റെ കരങ്ങൾക്ക് പറ്റുമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ 3 അർത്ഥതലങ്ങളാണ് സഭാപണ്ഡിതന്മാരെ നമുക്ക് ഈ വചനത്തിൽ നമുക്ക് തരുക. 3 അർത്ഥതലങ്ങളുണ്ട്. ഒന്ന് പ്രായോഗിക തലമാണ്. 1-ാമത്തെ അർത്ഥതലം പ്രായോഗികമായ അർത്ഥതലമാണ്. പകലിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ശാന്തവും ദീർഘവുമായ സംഭാഷണം നടത്താൻ പറ്റിയ ഉചിതമായൊരു സമയമാണ് രാത്രി. ഇപ്പോൾ പ്രായോഗിക തലത്തിൽ ഇത് പറഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാകാം ഒരുപക്ഷെ നിക്കോദെമോസ് യേശുവിൻ്റെ അടുക്കൽ രാത്രി വന്നെന്ന് ചിന്തിക്കാം, പകലിലെ തിരക്കുകളൊക്കെ മാറിയിട്ട്. അങ്ങനെയെങ്കിൽ ആത്മീയ അർത്ഥത്തിലേക്ക് എടുക്കുമ്പോൾ എൻ്റെ ഈശോയുടെ അടുത്ത് ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട സമയം രാത്രിയാണ്. ഒരിക്കലും ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുക, സിസ്റ്റർ, കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, സിസ്റ്ററിന് ഈശോ ഒത്തിരി അനുഗ്രഹം തരാൻ പോവുക, പറ്റുമെങ്കിൽ രാത്രി 11:30 മുതൽ 12:30 വരെ ഈശോയുടെ അടുത്തിരിക്കണം. ആദ്യം കേട്ടപ്പോൾ എനിക്കൊരു അസ്വസ്ഥത തോന്നി, എന്താ ഇങ്ങനെ ഒരു സമയം പറഞ്ഞതെന്ന്. പക്ഷേ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുകയാണ്, തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് എൻ്റെ ഈശോയെ ഒറ്റയ്ക്കിട്ട് സ്നേഹിക്കാൻ, എൻ്റെ ഈശോയുടെ അടുത്ത് ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഈ രാത്രി സമയമാണ്. അങ്ങനെയെങ്കിൽ പണ്ഡിതന്മാർ പറയുന്ന പ്രായോഗിക അർത്ഥത്തിൽ നിക്കോദെമോസ് യേശുവിൻ്റെ അടുത്ത് ഒറ്റയ്ക്കിരിക്കാൻ വന്നതാണ്. ഈ 2-ാമത്തെ തലം സാമൂഹികമായ തലമാണ്. യാഥാസ്ഥിതിക പരിസയ സമൂഹത്തിലെ പ്രധാനിയാണ് നിക്കോദെമോസ്. അപ്പോൾ ഈശോയാണെങ്കിൽ അന്ന് അറിയപ്പെടുന്ന പാപികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതനാണ്. ഒരു വലിയ പ്രമാണിക്ക് പാപികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതനായ ഈശോയുടെ അടുത്തോട്ട് എത്തണമെങ്കിൽ അത്ര എളുപ്പത്തിൽ നടക്കില്ല. സമൂഹം അവനെ പഴിക്കും. സമൂഹത്തിൻ്റെ മേലെ നിലയും വിലയുമുള്ളവൻ യേശുവിൻ്റെ അടുത്തോട്ട് സംഭാഷണം നടത്താൻ വന്നാൽ ശരിയാകുമോ എന്നൊരു ഭയം അവൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അവൻ യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് 2-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുക. യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ പറഞ്ഞു, റബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് എനിക്കറിയാം. എങ്ങനെ അവൻ അറിവ് കിട്ടി? അവൻ കേട്ടു, അവൻ അറിഞ്ഞിട്ടുണ്ട്, രഹസ്യത്തിൽ അവൻ യേശുവിനെ വീക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ പറയും, ദൈവം നിൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ ദൈവം കൂടെയില്ലെങ്കിൽ
ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. യേശു ചെയ്ത ഏതൊക്കെയോ അത്ഭുതങ്ങൾ, യേശു ചെയ്ത ഏതൊക്കെയോ അടയാളങ്ങളൊക്കെ നിക്കോദെമോസിൻ്റെ മനസ്സിലുണ്ട്, വിശ്വാസമുണ്ട്. വിശ്വാസത്തോടു കൂടെ തന്നെയാണ് നിക്കോദെമോസ് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അവൻ അന്ധകാരത്തിൻ്റെ അവസ്ഥയിലാണ് എങ്കിലും അവന് മുൻവിധികളും യുക്തികളും ബുദ്ധികളും എല്ലാം വെച്ചാണ് അവൻ വന്നിരിക്കുക. പക്ഷെ അവൻ്റെ ഉള്ളിൽ എവിടെയും ഒരു വിശ്വാസം കിടപ്പുണ്ട്, യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ. ഈശോയോട് സംഭാഷണം നടത്തിയാൽ ശരിയാകുമോ, രാത്രിയിൽ അതുകൊണ്ടാണ് അവൻ രാത്രി വരാൻ തീരുമാനിക്കുക. ആദ്യമേ സമൂഹം എന്താ തന്നെക്കുറിച്ച് പറയുക, സമൂഹം തന്നെ പഴിച്ചാരുമോ എന്നൊക്കെ. എന്നാൽ മൂന്നാമത്തെ തലം പ്രതീകാത്മകമായ ഒരു തലമാണുള്ളത്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മൊത്തം നമ്മൾ കാണുമ്പോൾ പ്രതീകങ്ങൾ ഒത്തിരി കാണാനായിട്ട് പറ്റും. അപ്പോൾ യോഹന്നാൻ സുവിശേഷത്തിൽ 2 ശക്തമായ പ്രതീകങ്ങളാണ് ഇരുട്ടും വെളിച്ചവും, അല്ലെങ്കിൽ ഇരുട്ടും പ്രകാശവും. അവൻ വെളിച്ചമായിരുന്നു, ഇരുട്ടിലേക്ക് അവൻ വന്നു, വെളിച്ചമായി പ്രകാശിച്ചു. യേശുവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ പറയും, അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനായിരുന്നു. എന്നാൽ 9-ാമത്തെ യേശുവെക്കുറിച്ച് പറയുക, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നുവെങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കല്ല, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കല്ല ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി. അപ്പോൾ ഈശോ പ്രകാശമായിരുന്നു, വെളിച്ചമായിരുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യോഹന്നാൻ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യോഹന്നാൻ സുവിശേഷത്തിലെ പ്രതീകങ്ങളിൽ ഒന്നാണ് ഇരുട്ടും വെളിച്ചവും. അപ്പോൾ ഈശോയിൽ വിശ്വസിക്കാത്തവർ ഇരുട്ടിലാണ് എന്നാണ് ഇപ്പോൾ യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുക. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനും കഴിവ് നിർത്തൂ. അതിനടുത്തേക്ക് വന്നവരെ ആരും അവനെ സ്വീകരിക്കാത്തത് കൊണ്ട് അവർ ഇരുട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ നിക്കോദെമോസ് ഇരുട്ടിലാണ് വന്നതെന്ന് പറയുമ്പോൾ അവന് യേശുവിലുള്ള വിശ്വാസം ആഴത്തിലില്ല. എന്തോ ഒരു ചെറിയ പൊരിയുണ്ട്, യേശുവിനെ ഒന്ന് കാണണം. ആ വിശ്വാസത്തിൽ നിന്ന് അവന് വന്നൊരു കാര്യമാണ് യേശുവിനെ കണ്ടുമുട്ടുന്നുള്ളൊരാഗ്രഹം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു കുഞ്ഞു വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ നമ്മൾ വളർത്തണം. യേശുവിനെ ഒന്ന് കാണണം, യേശുവിനെ ഒന്ന് അനുഭവിക്കണം. നിക്കോദെമോസ് ആ ഒരു കുഞ്ഞു വിശ്വാസം വന്നപ്പോൾ യേശുവിനെക്കുറിച്ച് കേട്ടല്ലോ, അപ്പോൾ ഇനി യേശുവിനെ അറിയാനായിട്ട് പോരുക. യേശുവിൽ വിശ്വസിക്കാത്തവൻ എന്നാണ് ഇരുട്ടിലായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുക. യോഹന്നാൻ 8:12 ഒരു വചനം പറയും, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്ന ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല. നിക്കോദെമോസ് അന്ധകാരത്തിലിരിക്കുന്ന ഇരുട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സംഭാഷണത്തിൽ ഒറ്റ കാര്യമാണ് ഈശോ അവനോട് പറയുന്നുള്ളൂ, വീണ്ടും ജനിക്കണം. അവൻ പറയും, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ കാണാൻ കഴിയുകയില്ല. യോഹന്നാൻ 3:3 നിക്കോദെമോസ് ചോദിക്കുക, ബുദ്ധിയാണ് അവൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ നിൽക്കുക. അവന് വിശ്വാസത്തിനപ്പുറത്തേക്ക് ബുദ്ധിയും യുക്തിയുമുള്ള പ്രമാണിയായ മനുഷ്യൻ യേശു പറഞ്ഞ വാക്കുകൾക്ക് നേരെ മറിച്ചൊരു ചോദ്യം ചോദിക്കുക. യേശു ഇങ്ങോട്ടൊരു കാര്യം പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. ഉടനെ അവൻ ചോദിക്കുകയാണ്, ഈശോ പറഞ്ഞ കാര്യത്തെ സ്വീകരിക്കുകയല്ല. ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ചില മേഖലകളിൽ കർത്താവ് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ തിരിച്ച് ചോദ്യം ചോദിക്കുന്ന ചില അവസ്ഥകൾ നമുക്കുണ്ട്. കർത്താവിനോടൊന്ന് മറുതലിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ. പെട്ടവരെ, അത് തന്നെ ഇവിടെ നിക്കോദെമോസും ചെയ്യുക. നിക്കോദെമോസ് ചോദിച്ചു, ബുദ്ധി കൊണ്ട് ചിന്തിച്ചു, പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? ക്യാൻസർ രോഗികളൊക്കെ സുഖപ്പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദിക്കും, ഇതെങ്ങനെ സാധിക്കാനാ? ബുദ്ധിയാണ് നമ്മുടെ ബുദ്ധി. നമ്മൾ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ യേശുവിനെ കണ്ടാൽ നമുക്ക് അങ്ങനെ ഒരിക്കലും ചോദിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ ആത്മാവിനാലും ജലത്താലും ജനിക്കണമെന്ന് ഈശോ പറഞ്ഞു വെക്കുമ്പോൾ മാമോദിസ കൂദാശയെക്കുറിച്ചും പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ചും ഒക്കെ ഈശോയോട് പറഞ്ഞു വെക്കുന്ന ധ്വനിയുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം ചിന്തിക്കണം, വീണ്ടും ജനനം. ഇവിടെ നിക്കോദെമോസിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് യേശുവിനെ ഒന്ന് അളക്കാൻ, മറ്റുള്ളവർ കാണരുത്, കർത്താവിനെ എന്താ അടുത്ത് വരുകയും ചെയ്യണം, അങ്ങനെയൊക്കെ രീതി വന്നതുകൊണ്ട് ഈശോ പറയുക, നീ നിൻ്റെ ചിന്തകളിൽ വീണ്ടും ജനിക്കണം, നീ നിൻ്റെ ശീലങ്ങളിൽ വീണ്ടും ജനിക്കണം, നീ നിൻ്റെ മനോഭാവത്തിൽ വീണ്ടും ജനിക്കണം. പക്ഷെ പറയുന്നത് വീണ്ടും ജനത്തിനൊരു പ്രധാനപ്പെട്ട കാര്യം, നീ ഇങ്ങനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് യുക്തി കൊണ്ട് ചിന്തിച്ചാൽ പോരാ, ചിന്തകൾ ജനിക്കുക, മനോഭാവത്തിൽ ജനിക്കുക. ചിന്തകളിലും മനോഭാവത്തിലും ശീലങ്ങളിലും മാറ്റം വരുത്തുക. അപ്പോൾ ഒരു പുതിയ അഭിഷേകം സ്വീകരിക്കാനുള്ള ഒരാഹ്വാനം നിന്നിലേക്ക് വരും. അപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ജനനം നടക്കുന്നത്, വീണ്ടും ജനനം. അപ്പോൾ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ചിന്തകൾക്കും പ്രചോദനങ്ങൾക്കും കാതോർക്കണം. നേടിയെടുത്തതൊക്കെ ഉച്ഛിഷ്ടം പോലെ കരുതാൻ നമുക്ക് പറ്റണം.
നേടിയെടുത്തതൊക്കെ ഉച്ചിഷ്ടം പോലെ കരുതുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഈ വീണ്ടും ജനനം സാധിക്കുക. എൻ്റേതെന്ന് പറഞ്ഞ് ഞാൻ മുറുകി പിടിക്കുന്ന ചില കാര്യങ്ങളിൽ ത്യാഗം ചെയ്യാനും വിട്ടുകൊടുക്കാനും ഒന്നും എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ വീണ്ടും ജനനങ്ങളൊന്നും സാധിക്കില്ല. ഞാൻ അതെല്ലാം എൻ്റേതായ വഴികളിൽ പോകാൻ തുടങ്ങും. എന്നിട്ട് 6-ാമത്തെ വചനത്തിൽ ഈശോ പറയും, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിന് ഇഷ്ടമുള്ളത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. അതുപോലെ കാറ്റ് അതിന് ഇഷ്ടമുള്ളത്തേക്ക് വീശുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ തൊടാൻ, ദൈവാത്മാവ് തൊടാൻ ആ കാറ്റ് വീശുന്ന വഴിയിൽ പോയി ഞാൻ നിൽക്കണം. കാറ്റ് വീശുന്ന വഴിയിൽ പോയി ഞാൻ നിൽക്കണം എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണോ ദൈവം എന്നെ തൊടാൻ അവസരങ്ങൾ എനിക്ക് കിട്ടുന്നത്, ധ്യാനമാകാം, വചന വായനയാകാം, പേഴ്സണൽ പ്രെയറാകാം, എന്താണെങ്കിലും ആ വഴിയിലെല്ലാം പോയി ഞാൻ നിൽക്കേണ്ടതുണ്ട്. ഈ കാറ്റ് വന്ന് എന്നിൽ വീശാൻ, കാറ്റ് വരുന്ന വഴിയിൽ പോയി നിൽക്കാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിന് വിലപ്പെട്ടതാ. ദൈവരാജ്യ പ്രവേശനത്തിന് ഏറ്റവും വിലപ്പെട്ടത് ഈ കാറ്റ് വീശുന്ന സ്ഥലത്ത് പോയി നിൽക്കണം. കർത്താവ് നമുക്ക് ഒത്തിരി അവസരങ്ങൾ തരും, ഒരുപാട് വഴികൾ തരും. കർത്താവിൻ്റെ വഴികളിലേക്ക് തിരിച്ചു വരാനായിട്ട് പരിശുദ്ധാത്മാവ് തനിക്ക് ഇഷ്ടമുള്ളവരുടെയൊക്കെ അടുത്തേക്ക് വരും. ആത്മാവേ എന്നിൽ നിറയണമേ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയുന്ന എത്രയോ അവസ്ഥകളുണ്ട്, എത്രയോ വ്യക്തികളുടെ ജീവിതത്തിൽ നമുക്കത് കാണാനായിട്ട് പറ്റും. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോയോട് വെളിപ്പെടുത്തുമ്പോൾ കർത്താവ് നമ്മോട് പറയുക, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ആത്മാവിനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. 2-ാമത്തെ കാര്യം, ആത്മാവിൽ ആരംഭിക്കുന്ന ഒരു പുതിയ ജീവിതം നമുക്ക് വേണം. ആത്മാവിൽ ആരംഭിക്കുന്ന ഒരു പുതിയ ജീവിതം, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്ന ഒരു ജീവിതം, കാറ്റ് വീശിയടിക്കുന്ന ഒരു പുതിയ ജീവിതം. ആത്മാവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ നിഹനിച്ച് ആത്മീയമായി ജീവിക്കുക എന്നല്ല അർത്ഥം. മറിച്ച് ചിന്തയിലും പെരുമാറ്റത്തിലും ദൈവികതയിൽ ദൈവത്തിൽ നിന്നും ജന്മം കൊണ്ടവനെ പോലെ വിശ്വാസിയെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ ശരീരത്തെ നിഹനിക്കണം, ആത്മീയമായി ജീവിക്കാൻ തുടങ്ങണം. ഇപ്പോൾ വചനം പറയും, യെശയ്യാ 10:17, ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായി, അവൻ്റെ പരിശുദ്ധൻ ജ്വാലയായി മാറും, അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയും. പ്രിയപ്പെട്ടവരെ, ഇതാണ് കാറ്റിൻ്റെ വീശൽ നടക്കുമ്പോൾ സംഭവിക്കുക. എന്നിലുള്ള ആസക്തികളും പാപങ്ങളും കുറവുകളും ബലഹീനതകളുമൊക്കെ ആത്മാവിൻ്റെ തീക്കനൽ വന്ന് വീഴുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് ശക്തമായി ആവസിക്കുമ്പോൾ നെല്ലും പതിരും വേർതിരിക്കപ്പെടുന്നത് പോലെ പതിരുകൾ മാറി നല്ല നെല്ലായി എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണം. അതിനോട് നിഹനിക്കാൻ പറ്റിയ ഒരു കൃപ, അത് ആത്മാവിൻ്റെ കാറ്റിൻ്റെ അടുത്ത് പോയി നിന്നാൽ മതി. നമുക്കൊന്നും നമ്മുടെ കുറവുകളെ എല്ലാം ഒന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ പുതിയ വ്യക്തികളായി മാറുക. മിണ്ടാൻ പോലും പറ്റാത്ത വ്യക്തികൾ മിണ്ടിത്തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുവരെ ഒന്നും പറയാത്ത ആളുകൾ പുതിയ പ്രഘോഷകരായി മാറുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്ന വ്യക്തികളായി മാറുന്നു, കുടുംബത്തിൽ മാനസാന്തരങ്ങൾ ഉണ്ടാവുന്നു. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ധ്യാനം കൂടി, കുമ്പസാരിച്ചിട്ട് 8 വർഷമായി. പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ കൃപയങ്ങ് വന്ന് നിറഞ്ഞപ്പോൾ കുമ്പസാര കൂട്ടിപ്പോയി ഒന്ന് വാവിട്ട് നിലവിളിച്ച് കരയുക, തൻ്റെ ജീവിതത്തെ നിഹനിക്കുക. കർത്താവേ, എനിക്ക് കുറവ് വന്നു, ശരീരത്തിൻ്റെ മേലുള്ള കുറവുകൾ, മനസ്സിൻ്റെ മേൽ, കുടുംബജീവിതത്തിൽ വിശ്വസ്ത കുറവ്, വാവിട്ട് നിലവിളിച്ച് പുറത്തിറങ്ങിയപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, കുടുംബത്തിൽ കിട്ടാതെ പോയ പല കാര്യങ്ങളും ഈശോ കൊടുക്കുകയാണ്. നഷ്ടപ്പെട്ട് കിടന്ന ജോലികൾ, ദുബായിൽ നിന്ന് ഇഷ്ടപ്പെട്ടു പോയ ജോലി കോളൂരോ പിറ്റേ ദിവസം. ഇതൊക്കെയാണ് പുതിയ ജനനങ്ങൾ, പുതിയ അഭിഷേകം എന്നൊക്കെ പറയുക. നമ്മളെ തന്നെ നിഹനിച്ച് കുമ്പസാരക്കൂട്ടിലൊന്ന് ഒരുക്കി വെച്ച് കഴിയുമ്പോൾ ചിന്തയിലും പെരുമാറ്റത്തിലും താഴെ നിന്നുള്ളവരെ പോലും വെറും മാനുഷികമായിട്ട് ചെറിയ താഴത്തെ മനുഷ്യരെ പോലെ, താഴെ തട്ടിലെ പോലെ പകരമിട്ടുന്നവരും പ്രതികരിക്കുന്നവരെയും മാറാതെ കുറച്ചുകൂടി ഉന്നത ചിന്താഗതി, കഴുകനെ പോലെ പറന്നുയരുന്ന ഉന്നത ചിന്താഗതിയുള്ളവരെ മാറണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബലഹീനരായിട്ട് മാറും. നമ്മൾ ബലഹീനരാണ്, നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകൾ കൂടുതലാണ്. അപ്പം നമ്മൾ താഴെ നിൽക്കുന്നവരെ പോലെ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങും, പകരം കൊടുക്കാൻ തുടങ്ങുന്ന വ്യക്തികളൊക്കെ ആയിട്ട് നമ്മൾ മാറാൻ തുടങ്ങും. എന്നാൽ കർത്താവിൽ അങ്ങ് ആശ്രയിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 30-31 വചനങ്ങളിൽ ഇങ്ങനെ വായിക്കും, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയെത്തി വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. വീണ്ടും ജനനം പോലൊരു കാര്യമാണ് കർത്താവ് പറയുക. ദൈവത്തിൽ നീ അങ്ങ് ആശ്രയിച്ചാൽ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല.
പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിൽ വേണം. ദൈവികതയിൽ നിന്നും ദൈവത്തിൽ നിന്നും ജന്മം കൊണ്ട വിശ്വാസിയെ പോലെ ജീവിക്കാൻ ഈശോ നമ്മളെ വിളിക്കുക. നിക്കോദെമോസ് ഇരുളിൻ്റെ മറ പിടിച്ച് വരുന്ന അവൻ, കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന അവൻ, അവൻ്റെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കാൻ തുടങ്ങുക. ഈശോ ചോദിക്കും അവനോട്, തിരിച്ചൊരു ചോദ്യമാണ്, എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത് ചോദിച്ചവനോട് അവൻ്റെ ബുദ്ധിയെ അടിയറ വയ്ക്കുമ്പോൾ ഈശോ ക്വസ്റ്റ്യൻ ചോദിക്കുക. യോഹന്നാൻ 3:10, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ട് ഇക്കാര്യം ഒന്നും മനസ്സിലാകുന്നില്ലേ? സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു, കണ്ടവയെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ ജീവിതത്തിൽ ഈ വലിയ ഒരു അനുഭവം ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം, പോയിരിക്കണം. ബുദ്ധിയും ചിന്തയും ഒക്കെ വെടിഞ്ഞിട്ട്, കർത്താവെ നീ എന്തും ചെയ്തോ, അങ്ങ് നിന്നു കൊടുക്കണം ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ. ഈശോ എന്നെ വേണേലും ചെയ്തോ, എങ്ങനെയാണ് വീണ്ടും ജനിക്കേണ്ടത് എനിക്കറിയില്ല ഈശോയെ, നീ ഇറങ്ങി പ്രവർത്തിക്കുക. സഹായക, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് നമ്മുടെ കുറവുകളെ മായ്ക്കാൻ തുടങ്ങും. അതുവരെ പരീക്ഷ എഴുതി പാസ്സാകാത്ത വ്യക്തികളെ കർത്താവ് പാസ്സാക്കും. അതുവരെ നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്ത പല കാര്യങ്ങളെയും ഈശോ ഇടപെടാൻ തുടങ്ങും. ഒറ്റ കാര്യം ചെയ്യണം, കർത്താവിനെ കണ്ടുമുട്ടാൻ നിക്കോദെമോസ് കാണിച്ചതിനേക്കാൾ ശക്തമായ ഒരു സാഹസമെടുത്ത് യേശുവിൻ്റെ അടുത്ത് പോയി അവനെ കണ്ട്, അവൻ നമ്മളെ പഠിപ്പിച്ച്, അവൻ നമ്മെ വിശുദ്ധീകരിച്ച് അവൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങണം. ആത്മീയ അന്ധതയിൽ കഴിയുന്ന പ്രീശരുടെ പ്രതീകമായി മാറേണ്ടവരല്ല നമ്മൾ, മറിച്ച് ആധുനിക വിശ്വാസികളുടെ ഒരു പ്രതീകമായിട്ട് മാറണം. ആധുനിക വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായവരാ. ആദിമ സഭാ സമൂഹത്തിൽ അങ്ങനെയുള്ളവരായിരുന്നു. നമുക്കറിയാം, പത്രോസും ശിഷ്യരുമെല്ലാം രക്തസാക്ഷികളായി മാറുക യേശുവിന് വേണ്ടി പന്തം പോലെ കത്തിയെരിഞ്ഞ കൊളോസിയത്തിലെ എത്രയോ മക്കളുണ്ട്. അതുപോലൊരു ധൈര്യവും സ്നേഹവും യേശുവിനോട് നമുക്ക് വേണം. അതാണ് ആധുനിക ക്രിസ്ത്യാനികളുടെ പ്രതീകമായി മാറേണ്ടത്. റോമ 6:4 നാമും പുതിയ ജീവിതത്തെ വ്യാപരിക്കേണ്ടതിന് മാമോദീസ വഴി നാം അവനോടൊന്നിച്ച് മരിച്ച് സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. മാമോദീസ സ്വീകരിച്ചപ്പോൾ ഒരു ജനനം കഴിഞ്ഞു. ഇനി ആത്മാവിൻ്റെ ജനനമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അനുദിനം നമ്മിൽ വന്ന് നിറഞ്ഞ് ജീവിതത്തിൻ്റെ വഴികളിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ജലത്താൽ ജനിക്കപ്പെട്ടു നമ്മൾ ക്രിസ്ത്യാനികളായി മാറി. ഇനി ആത്മാവിലുള്ള ജനനമുണ്ട്. കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ, ഈശോയെ നീ എന്തും ചെയ്തോ എന്ന് പറയും. പുറപ്പാട് പുസ്തകത്തിൽ മോശ ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തേക്ക് നയിക്കുമ്പോൾ അവിടെ അവർക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു, അവരെല്ലാം പരാതിയൊക്കെ പറയുമ്പോൾ മോശ പോയി കർത്താവിനോട് സംസാരിക്കും. കർത്താവ് നീ എന്തേലും ചെയ്യ്, ഞാനിത് ഇവിടെ വെറുതെ നിൽക്കുക. മോശയ്ക്ക് അറിയത്തില്ല. അപ്പോൾ കർത്താവ് മോശയോട് പറയും, ദാഹിക്കുന്നുണ്ടോ, വടിയെടുത്ത് പാറയിലടിക്കുക. വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഈ ആധുനിക ലോകത്തിൽ വിശ്വാസത്തിൻ്റെ പ്രതീകമായി ജീവിക്കാൻ, അന്ധതയുടെ പ്രതീകമല്ല, വിശ്വാസത്തിൻ്റെ പ്രതീകമായി ജീവിക്കാൻ, എവിടെയും സധൈര്യം യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കാൻ, കർത്താവെ അതിനുള്ളൊരു കൃപ നീ എനിക്ക് തരണം. നീ എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കണം, എന്നെ പുതിയ വ്യക്തിയാക്കി മാറ്റണം. അതിനുള്ള കൃപ ഈശോയോട് ചോദിച്ച് മേടിക്കണം. അവനോട് പേഴ്സണലായിട്ടൊരു അടുപ്പം നമുക്കുണ്ടാകണം. ഈ നിക്കോദെമോസിൻ്റെ ജീവിതത്തിൽ നമുക്കത് കാണാൻ പറ്റും. കാരണം പേഴ്സണലായിട്ടൊരു അടുപ്പം അന്നൊരു രാത്രിയിൽ യേശുവിനെ കണ്ടുമുട്ടി അവനാണ് കർത്താവിന് വേണ്ടി പിന്നെ പറയാൻ തുടങ്ങുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മളിത് കാണും. യേശുവിനെ കുറിച്ച് മറ്റുള്ളവർ പരാതിപ്പെടുമ്പോൾ, കുറ്റപ്പെടുത്തി പറയുമ്പോൾ ഒരുവന് പറയാനുള്ളത് എന്തെന്ന് നമ്മൾ കേൾക്കണം, അല്ലാതെ വിധിക്കരുതെന്ന് പറഞ്ഞ് യേശുവിനെ അവനൊന്ന് പ്രഘോഷിക്കും. പിന്നെ യേശുവിൻ്റെ മരണസംസ്കാരത്തിൻ്റെ സമയത്ത് കൂടെ നിൽക്കുന്ന നിക്കോദെമോസിനെ നമുക്ക് കാണാൻ പറ്റും. യേശുവിൻ്റെ അടുക്കൽ ഒരു പ്രാവശ്യം വന്നവരെ ഒരിക്കൽ പോലും യേശുവിൻ്റെ കണ്ണ് പിന്തുടരാതിരിക്കില്ല. യേശുവിൻ്റെ കണ്ണ് അവൻ്റെ കൂടെ ഉണ്ടാകും. ഒരു തവണ നീ യേശുവിനെ കണ്ടാൽ മതി, ഒരു തവണ നീ യേശുവിനെ ഒന്ന് അനുഭവിച്ചാൽ മതി, പിന്നെ വിടിഞ്ഞു പോകാൻ യേശു അനുവദിക്കില്ല. നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഹെബ്രായർ 13:5 പറയും, ഞാൻ നിന്നെ ഒരു വിധത്തിലും ഉപേക്ഷിക്കില്ല, അവഗണിക്കില്ല. കൂടുതൽ പേഴ്സണൽ ഇൻറ്റിമസിയിലേക്ക് ഈശോ നമ്മളെ കൊണ്ടുവരും. ഈശോയുമായിട്ടൊരു ഇൻറ്റിമസി, ഒരടുപ്പം, ഒരു സ്നേഹം, അതിനു വേണ്ടി ഈശോയോട് ചോദിക്കണം, ഈശോയെ ആ ഒരു കൃപ നീ എനിക്ക് തരണം. ആത്മാവിലും ശരീരത്തിലും മനസ്സിലും ജനിച്ച് പുതിയ വ്യക്തിയായിട്ട് മാറാൻ ആത്മാവിൻ്റെ തീ കത്തുന്ന ഒരു അഭിഷേകം എൻ്റെ ശിരസിൽ നീ വയ്ക്കുക. എനിക്കിങ്ങനെയൊന്നും ജീവിച്ചാൽ പോലെ ഈശോയോട് പറയണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒത്തിരി താന്നു പോകുക. ഇന്ന് ജ്വലിക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് വരാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. കർത്താവിൻ്റെ അടുത്ത് പോയിരിക്കും. ഒരു പേഴ്സണൽ ഇൻറ്റിമസി അവൻ തരാൻ തുടങ്ങും. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം പറയുക, എല്ലാവർക്കും സന്ദേശങ്ങളും മെസ്സേജുകളൊക്കെ കൊടുക്കുന്ന ആശ്വസിപ്പിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ഇദ്ദേഹം എപ്പോഴും കരയുക. ഇദ്ദേഹം ദൈവം സ്നേഹിക്കുന്നില്ലെന്ന് ഇദ്ദേഹം കരയുക.
അങ്ങനെ ഒരു അവസ്ഥ ആദ്യമായിട്ടാണ് ഞാൻ കാണുക. അപ്പം മനുഷ്യൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞു വെച്ചിട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, ഒന്നും ചെയ്യേണ്ട, ഈശോയുടെ അടുത്ത് പോയി ഒരു 4 ദിവസം ഒന്നും ചെയ്യാതിരിക്കുക. ഇനി ഒരിക്കലും ഈ ഒരു പീഡ ഉണ്ടാവില്ല, ഈ കണ്ണുനീരുണ്ടാവില്ല, ഈശോയുടെ സ്നേഹാനുഭവം ഉണ്ടാകുമെന്ന്. ആ മനുഷ്യന് 1 മാസം കഴിഞ്ഞ് വിളിച്ചു. അദ്ദേഹം ഇവിടെയില്ല, ജർമ്മനിയിലാണ്. വിളിച്ച് ശുശ്രൂഷയിൽ തീ കത്തി നിൽക്കുക. സിസ്റ്റർ ആദ്യം പിന്നെ കരഞ്ഞിട്ടില്ല. കർത്താവുള്ളൊരു ഇൻറ്റിമസി, അത് മതി. ഈ നിക്കോദെമോസും ഈശോയും കണ്ടുമുട്ടിയ രംഗം വായിക്കുമ്പോൾ നമ്മളോട് ഈശോ പറയും, ഒരു ഇൻറ്റിമസി, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, എല്ലാം പറയാൻ പറ്റുന്ന, എല്ലാം പങ്കുവയ്ക്കാൻ പറ്റുന്ന, കൂടെ നടക്കുന്ന ഒരു ഈശോയുമായി യാത്ര ചെയ്യാൻ ഈശോ നമ്മളെ വിളിക്കുക. അതിനുള്ള കൃപ നമുക്ക് ഈശോയോട് ചോദിച്ച് മേടിക്കാം. കർത്താവേ, അതിനുള്ള കൃപ നീ എനിക്ക് തരണം, എന്നെ നിൻ്റെ സ്നേഹം കൊണ്ട് പൊതിയണമെന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ പഠിപ്പിക്കട്ടെ നമ്മുടെ ജീവിത വഴികളിൽ. കർത്താവ് നമ്മെ നയിക്കട്ടെ നമ്മുടെ ജീവിത വഴികളിൽ. എപ്പോഴും നിക്കോദെമോസ് യേശുവിനോട് ഏറ്റു പറഞ്ഞില്ലേ, നിൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മളെ നോക്കി ആളുകൾ പറയണം, നിൻ്റെ കൂടെ ദൈവം ഉണ്ട് കേട്ടോ, നിൻ്റെ കൂടെ ഈശോയുണ്ട്. ആ ഒരു അനുഭവം ഈശോയെ കണ്ടുമുട്ടിയ, ഈശോയുടെ ജ്ഞാനസ്നാനം സ്വീകരിച്ച, ഈശോയുടെ ഒപ്പം നടക്കുന്ന ഓരോ മക്കൾക്കും ഉണ്ടാവണം. നമ്മളെ കാണുമ്പോൾ അവർ പറയണം, നിൻ്റെ കൂടെ ഈശോയുണ്ട്, എനിക്കും വേണം ഈശോയെ. ഈ കാലഘട്ടത്തിൽ സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ, മക്കൾ വേദനിക്കുമ്പോൾ, നിരാശയിലകപ്പെടുമ്പോൾ, കർത്താവേ എനിക്ക് തരണം ആ ഒരു വാഗ്ദാനം. ഈശോയോട് ചോദിച്ച് നമുക്ക് മേടിക്കാം. അതിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കൈകൾ കൂട്ടിപ്പിടിക്കാം. നല്ല ഈശോയെ, അവിടുന്ന് നിക്കോദെമോസിനെ കണ്ടതുപോലെ, നിക്കോദെമോസിനെ ചേർത്ത് പിടിച്ചതുപോലെ ജീവിതത്തിൽ നിന്നെ കണ്ടപ്പോൾ അവനെ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു, ജീവിത വഴികളിൽ നയിച്ചു. നിൻ്റെ ഒപ്പം, നിൻ്റെ മരണത്തിലും നിൻ്റെ കൂടെ നിൽക്കാൻ അവനെ സഹായിച്ചെങ്കിൽ ഈശോയെ, ഞാൻ നിന്നെ കണ്ടു. മാമോദീസായിലൂടെ ഞാൻ നിന്നെ എൻ്റെ സ്വന്തമാക്കി. കർത്താവെ, ആത്മാവിലും ശരീരത്തിലും മനസ്സിലും വിശുദ്ധി പാലിച്ച് പുതിയ ജനനം ജനിച്ച് പുതിയ വ്യക്തികളായി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. അതിൻ്റെ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.